കുറച്ച് നാളായില്ലേ നമ്മൾ ട്രിങ്കറ്റ് ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്കിന്നൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കാം. അത് വളരെ ചെറുതാണ് കേട്ടോ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയുടെ ഷേപ്പിലാണ്. ഇത് പിൻട്രസ്റ്റിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. യൂട്യൂബിലും ഒരുപാട് പേര് ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് ഇത്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഒരു വേർഷൻ ട്രൈ ചെയ്യാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ക്ലേ ഒരു നീളത്തിലെടുത്തിട്ട് ഞാനതിനെ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സെയിം മെത്തേഡിൽ നമ്മൾ ഒരെണ്ണം കൂടി ചെയ്തെടുക്കണം. അത് വെള്ളം കൊണ്ട് നല്ലപോലെ സ്മൂത്ത് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. വളരെ കുറച്ച് സമയം മാത്രമേ ഇതിന് ആവശ്യമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ 2 റൗണ്ട് ഷേപ്പ് ഏകദേശം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അതിനുള്ള സ്റ്റെം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ആ സ്റ്റെം രണ്ടും ഈ 2 റൗണ്ട് ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചിട്ട് ജസ്റ്റ് വെള്ളം കൊണ്ട് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്റ്റെം അവിടെ ഒട്ടിച്ചെടുക്കുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ക്ലേ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. 2 സൈഡിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്തു. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം. ലീഫ് നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൽ ചെറിയ ലൈൻസ് ഏതെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ലീഫ് വെച്ച് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ട്രിങ്കറ്റ് ഡിഷിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് വീഡിയോ എടുക്കാനായിട്ട് കയ്യിലെടുക്കുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം വിട്ടുപോരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിന് ശേഷം പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ.